നൽകുകയാണ്. പൗരോഹിത്യ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ഫാദർ കെ വി സാമുവൽ ചക്കനെടുത്ത് കുറ്റിയിലിന് ഉള്ള ഉപഹാരം പരിശുദ്ധ കാതോലിക്ക ബാബ തിരുവനന്തപുരം സമർപ്പിക്കുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി കുര്യാക്കോസ് മാർ ക്ലെമീസ് തിരുമേനി, അതുപോലെ യോഹന്നാൻ മാർ ദിയസ്കോറോസ് തിരുമേനി, ബഹുമാനപ്പെട്ട MLA ശ്രീ ടിറ്റൻ ഗോപകുമാർ, അൽമായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂട്ട്, ബഹുമാനപ്പെട്ട വൈദികരെ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധിയുടെയും മതമൈത്രിയുടെയും പര്യായമായ ചന്ദ്രപ്പള്ളി സെയിൻറ്റ് ജോർജ് വലിയ പള്ളി അങ്കണത്തിൽ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഞാൻ വരുന്നത്. ഇതിനു മുമ്പ് 2 പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട്. 2 പ്രാവശ്യം ഞാൻ ഇവിടെ സന്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശംസകളോടെ ഗീവർഗീസ് സഹദായുടെ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങാനാണ്. അത് എന്നെ ഏറ്റവും വിനയാന്വിതനാക്കുന്നു. ഞാൻ തിരുവനന്തപുരം സെയിൻറ്റ് ജോർജ് കത്തീഡ്രൽ ഇടവകാംഗമായിരുന്നു. എൻ്റെ മാതൃ ഇടവക പാളയത്തുള്ള സെയിൻറ്റ് ജോർജ് പള്ളിയാണ്. അത് കഴിഞ്ഞ് വീട് വെച്ചത് പെരുൾക്കുട ആയതുകൊണ്ട് അവിടെയുള്ള തൊട്ടടുത്തുള്ള സെൻറ്റ് ഗ്രിഗോറിയോസ് പള്ളിയിലേക്ക് ഞാൻ എൻ്റെ അംഗത്വം മാറ്റി. എൻ്റെ ജനനം മുതൽ ഞാൻ IAS ഓഫീസർ ആകുന്നത് വരെ പോയ പള്ളി സെയിൻറ്റ് ജോർജ് പള്ളിയാണ്. ഗീവർഗീസ് സഹദായുടെ പെരുന്നാളുകളിൽ എല്ലാ പെരുന്നാളിലും പങ്കെടുക്കുകയും എല്ലാ സ്ഥലത്ത് ഗീവർഗീസ് സഹദായുടെ നാമത്തിലുള്ള പള്ളികളിലെല്ലാം ഇന്ത്യ കേരളത്തിലുള്ള മിക്കവാറും എല്ലാ പള്ളികളിലും പോവുകയും ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ സഭയിലെ ഒരു സാധാരണ അംഗമായ എനിക്ക്, ഗീവർഗീസ് സഹദായുടെ ഒരു ഭക്തനായ എനിക്ക് ഇതുപോലൊരു വലിയ അവാർഡ് ലഭിക്കുന്നത് ഏറ്റവും സന്തോഷകരമായ ഒന്നാണ്. അതിൻ്റെ മഹാഭാഗ്യമാണ്. അതും സഭയുടെ തലവനായ പരിശുദ്ധ ബെസേലിയോസ് ബാർത്തോമാ പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബ തിരുമേനിയിൽ നിന്നും. ഞാൻ ഈ ചീഫ് സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എനിക്ക് സഭ നൽകുന്ന 2ാമത്തെ അവാർഡാണ്. ഒരു 2 മാസം മുമ്പ് പരിശുദ്ധ മാർത്തോമാ മാത്യൂസ് ദിദിയൻ പുരസ്കാരം അടൂർ വെച്ച് എനിക്ക് നൽകിയാണെന്ന് ബഹുമാനപ്പെട്ട MLA ചിറ്റയം ഗോപകുമാറും അവിടെ ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ അവാർഡുകൾ കിട്ടുക എന്ന് പറയുന്നത് സന്തോഷകരമായ അനുഭവമാണ്. അതൊരു അംഗീകാരമാണ്. എനിക്ക് ഇതിലുമെല്ലാം വലിയ അംഗീകാരം നിങ്ങൾ നൽകുന്നത് നിങ്ങളുടെ എല്ലാം മനസ്സിൽ എനിക്കൊരു സ്ഥാനം നൽകുന്നതിലാണ്. ഞാൻ ഒരു അറിവുള്ള കാലം മുതൽ, ഞാൻ ഈ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ സൺഡേ സ്കൂളിൽ പ്രസംഗ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുകയും പിന്നെ ബാലിക സഖ്യം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ പ്രസംഗം ഒരു വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. എങ്കിലും പള്ളികളിൽ പ്രസംഗിക്കാറുണ്ടായിരുന്നില്ല. എൻ്റെ അമ്മച്ചി ജീവിച്ചിരുന്ന കാലത്ത് എന്നോട് ആവുന്നത് പറഞ്ഞതാണ്, എടാ നീ ഇങ്ങനെ തെക്ക് വടക്ക് ഓടുകയാണെന്ന് പ്രസംഗിക്കുന്നു, എന്നാൽ ഞങ്ങളുടെ മർത്തമറിയ സമാജത്തിൽ വന്ന് ഒന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ വേണ്ട അമ്മച്ചി, അതൊക്കെ ഈ പ്രായമായ ആൾക്കാർ പറഞ്ഞിട്ടുള്ള, എനിക്കൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ 1980 IAS കിട്ടി. എനിക്ക് അതിനുശേഷം ഞാൻ മൂവാറ്റുപുഴ സബ് കളക്ടറായിട്ട് 83 ജോലി തുടങ്ങി. അവിടുന്ന് ഒരു പ്രമാദമായ ഒരു എവിക്ഷൻ നടത്തിയതിൻ്റെ പേരിൽ, അതും നമ്മുടെ സഭയിലെ ഒരു വിഘടിത ഗ്രൂപ്പിൻ്റെ നേതാവിനെ എവിക്റ്റ് ചെയ്തു എന്ന പാപഭാഗത്താൽ എന്നെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തു. അത് ഞാൻ ആലപ്പുഴയിലാണ് പിന്നീട് പോയത്. ആലപ്പുഴയിലും എങ്ങും പള്ളിയിലൊന്നും പ്രസംഗിച്ചിരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴും ഒരു ദിവസം ഞങ്ങളുടെ പള്ളിയിലെ വികാരിയച്ഛൻ KM തോമസ് കൊറ്റാത്തുവിള പ്രായം ചെന്നൊരു അച്ഛനായിരുന്നു.
അച്ഛനൊരു ദിവസം എൻ്റെ വീട്ടിൽ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ സാറെന്നൊക്കെയാണ് വിളിക്കുന്നത് ആദ്യം. അപ്പോൾ പറഞ്ഞു, സാറ് അങ്ങനെ നമ്മുടെ പള്ളിയിലൊന്ന് പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ അത് മാത്രം പറയില്ലേ, പള്ളിയിൽ പ്രസംഗിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദുഃഖവെള്ളിയാഴ്ച പ്രസംഗിക്കണം എന്നതായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. അപ്പം പറഞ്ഞു, ഇല്ല എല്ലായിടത്തും പ്രസംഗിക്കുന്നുണ്ടല്ലോ, പ്രസംഗിക്കാൻ അറിയാവുന്ന ആളാണല്ലോ, പിന്നെ എന്താ പള്ളിയിലൊന്ന് പ്രസംഗിച്ചാൽ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛോ അത് പള്ളിയിൽ പ്രസംഗിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്, അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അപ്പോഴാണ് അച്ഛൻ എന്നെ സാറെന്നുള്ള വിളി നിർത്തിയിട്ട് പറഞ്ഞു, മോനെ നിനക്ക് പേടിയുണ്ടെങ്കിൽ അത് മതി, ഇനി ഒന്നും ആലോചിക്കണ്ട, ഈ ദുഃഖവെള്ളിയാഴ്ച നീ പ്രസംഗിച്ചിരിക്കും എന്ന് പറഞ്ഞു. 1984 ദുഃഖവെള്ളിയാഴ്ച ആലപ്പുഴ സെയിൻറ്റ് തോമസ് കത്തീഡ്രലിൽ ഞാൻ ആദ്യമായിട്ട് ദുഃഖവെള്ളിയാഴ്ച പ്രസംഗിച്ചു. അതിനുശേഷം ഈ കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ചയിലുള്ള എല്ലാ വർഷങ്ങളിലും എല്ലാ ദുഃഖവെള്ളിയാഴ്ചകളിലും പ്രസംഗിക്കാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. അതിനൊരു തടസ്സവും ഉണ്ടായില്ല. അതുമാത്രമല്ല, അതിൽ നിന്നുമൊക്കെ ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പല വേദികളിലും ഞാൻ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഈ സഭയിൽ മാത്രമല്ല, മാർത്തോമാ സഭയിലും മലങ്കര കത്തോലിക്ക സഭയിലും പിന്നെ മലങ്കര കത്തോലിക്ക സഭയിലും എല്ലാം ഇതുള്ള വേദികളിലൊക്കെ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അപ്പോൾ കർത്താവിൻ്റെ തിരുവചനത്തെക്കുറിച്ച് സംസാരിക്കാനും അതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന രീതിയിൽ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കാനും എനിക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചു. അത് ഒരു വലിയ ഒരു ഭാഗ്യമായി. അതെന്നെ കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ചു. അതിന് വേറൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. കാരണം 1991 ഞാൻ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ MD ആയിട്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ചെയ്യാത്ത കുറ്റത്തിന് എന്നെ ഒരു കേസിൽ കൊടുക്കി. ആ കേസ് കഴിഞ്ഞ 91 മുതൽ ഈ 2015 വരെയും തീരാതെ എന്നെ വിട്ടുമാറാത്ത ഒരു ശാപം പോലെ എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴൊക്കെ ഞാൻ പള്ളിയിൽ നിന്ന് വിചാരിക്കും, ദൈവമേ എന്തിനാ എന്നോട് ഇങ്ങനെ കാണിച്ചത്, എന്നെ എന്തിനാണ് ഈ കേസിൽ കൊടുക്കിയത് എന്ന് വിചാരിക്കും. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇതുപോലെ വേദപുസ്തകം എടുത്ത് വായിച്ചപ്പോൾ പൗലോസ് ശ്ലീഹായുടെ അനുഭവത്തെക്കുറിച്ച് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, പൗലോസ് ശ്ലീഹായ്ക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു മുള്ളുണ്ടായിരുന്നു. ആ മുള്ളു മാറ്റണമെന്ന് അദ്ദേഹം ദൈവത്തോട് അപേക്ഷിച്ചു. അപ്പോൾ പറഞ്ഞു, ആ മുള്ളോട് ഇരുന്നോട്ടെ, എൻ്റെ കൃപ മതി നിനക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഇതുപോലൊരു മുള്ളു സഹിച്ച് കർത്താവിനെ കുറിച്ച് സുവിശേഷിക്കാനും അവനെക്കുറിച്ച് ലോകം കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനായി മാറാനും അവന് സാധിച്ചുവെങ്കിലും, അത്രയൊന്നും വലിയ മുള്ളല്ലെങ്കിലും ഒരു ചെറിയ മുള്ളാണെങ്കിൽ പോലും സഹിച്ച് എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് സംസാരിച്ചുകൂടാ എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അത് കൂടുതൽ ആ കാര്യത്തിൽ ആകൃഷ്ടനായി. അത് എന്നെ കർത്താവിലേക്ക് കൂടുതൽ അടുപ്പിച്ചു. അവൻ എൻ്റെ ആശ്രയവും എൻ്റെ കോട്ടയും എൻ്റെ മഹത്വവുമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് തലയോട്ട് നിൽക്കാൻ കഴിയുന്നത് അവൻ മാത്രം കൊണ്ടാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും അർപ്പിച്ചു. ആ അർപ്പണത്തിൻ്റെ വിജയമാണ് അന്ന് എന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ക്രൈസ്തവന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവിനെ തിരിച്ചറിയുകയാണ്, കർത്താവിനെ നെഞ്ചിലേറ്റി നടക്കുകയാണ്, അവന് വേണ്ടി ജീവിക്കുകയാണ്. ഇന്ന് നമ്മുടെ തിരുമേനി പറഞ്ഞതുപോലെ അവന് വേണ്ടി ഒരു സഹതായാവുകയാണ്, അവന് വേണ്ടി സർവ്വതും സമർപ്പിക്കുകയാണ്. അങ്ങനെ സർവ്വതും കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ കഴിയുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. അവന്റെ പേഴ്സണാലിറ്റിയുടെ ഒരംശമെങ്കിലും നമ്മുടെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോഴാണ് വാസ്തവത്തിൽ നാം ഒരു യഥാർത്ഥ ക്രൈസ്തവനാകുന്നത്. അങ്ങനെ ഒരു ക്രൈസ്തവനാകാൻ നമ്മെ ഓരോ പെരുന്നാളും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ പെരുന്നാളിൽ പങ്കെടുക്കുകയും ഇവിടെയുള്ള പ്രാർത്ഥനകളിലെല്ലാം ആത്മാർത്ഥമായി പങ്കുചേരുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, അത് ഏത് ജാതിയിൽപ്പെട്ടവരാകട്ടെ, ഏത് മതത്തിൽപ്പെട്ടവരാകട്ടെ, അവർക്കെല്ലാവർക്കും ഉള്ള ഒരു സന്ദേശം ഇതാണ്: അവരാരെയാണോ ദൈവമെന്ന് വിചാരിക്കുന്നത് ആ ദൈവത്തിന് വേണ്ടിയും ജീവിക്കുന്നവരാവണം, അവന് വേണ്ടി കഷ്ടപ്പെടുന്നവരാവണം, അവന് വേണ്ടി സർവ്വതും സമർപ്പിക്കുന്നവരാവണം. നിങ്ങൾ ശബരിമലയിൽ പോകുന്ന തീർത്ഥാടകരെ കണ്ടിട്ടില്ലേ? 40 ദിവസം വ്രതം നോക്കി കറുത്ത മുണ്ടും ചുറ്റി ഇരുമുടി കെട്ടുമായി അവർ ശബരിമലയിൽ പോകുന്നു. അവർ ശബരിമലയിൽ ചെന്നിട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? അവരുടെ ഇരുമുടിക്കെട്ടിൽ സൂക്ഷിച്ചിരിക്കുന്ന തേങ്ങ എടുത്ത് അവരുടെ ഇഷ്ടദേവന്റെ തിരുമുൻപിൽ എറിഞ്ഞുടയ്ക്കുന്നു. ഇത് വളരെ പ്രതീകാത്മകമായ ഒരു നടപടിയാണ്.
ഈ ഭക്തൻ ഇങ്ങനെ തേങ്ങ എറിഞ്ഞ് ഉടയ്ക്കുമ്പോൾ അവന്റെ മനസ്സിൽ പോകുന്ന ചിന്ത എന്താണെന്ന് അറിയാമോ? അവൻ പറയും, എൻ്റെ പ്രിയപ്പെട്ട ദേവ, നിന്റെ മുൻപിൽ ഞാനിതാ എൻ്റെ സർവ്വതും എൻ്റെ സർവസ്വവും സമർപ്പിക്കുന്നു. ഞാൻ എന്ന എൻ്റെ ചിന്ത നിന്റെ മുൻപിൽ ഞാൻ ഇതാ എറിഞ്ഞുടയ്ക്കുന്നു. ഇതുപോലെ നമ്മുടെ ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ സർവവും, നമ്മുടെ ആത്മാവും, നമ്മുടെ ശരീരവും എറിഞ്ഞുടയ്ക്കണം. അങ്ങനെ എറിഞ്ഞുടയ്ക്കുമ്പോഴാണ് നാം യഥാർത്ഥ ദൈവഭക്തനാകുന്നത്. അങ്ങനെയായ ഒരാളാണ് വിശുദ്ധ ഗീവർഗീസ് സഹദ. അദ്ദേഹത്തെയാണ് നാം ഇന്ന് ഓർക്കുന്നത്. അങ്ങനെയുള്ള ഒരു സഹദായുടെ നാമത്തിലുള്ള ഒരു അവാർഡ് ലഭിക്കുക എന്ന് പറയുന്നത് ഒരാൾക്ക് കിട്ടാവുന്ന ഒരു ഭക്തന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവാണ്. ഇതെല്ലാം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളോട്, ആശീർവാദങ്ങളോട് ഏറ്റവും വിനയപുരസ്സരം ഞാൻ സ്വീകരിക്കുന്നതായി അറിയിക്കുന്നു. നിങ്ങളുടെ സമയത്തിനും നിങ്ങളുടെ ക്ഷമയ്ക്കും നന്ദി. താങ്ക് യു സർ.